എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ കോട്ടയം മണിമലയിൽ നിന്ന് വരുന്നു. എൻ്റെ ജോലി കിട്ടിയ ഒരു സാക്ഷ്യവും പിന്നെ ജോലിക്ക് പോയിട്ട് അവിടെ ചെന്നപ്പോൾ എൻ്റെ കാലിലുണ്ടായ ഒരു അസുഖം അമ്മ മാതാവും ഈശോയും മാറ്റിത്തന്നതിനെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നത്. ഞാൻ ജോലിക്കായി ഒരു തവണ ദുബായി പോവുകയും എനിക്ക് അവിടെ വെച്ച് ജോലി ലഭിക്കാതെ ഞാൻ തിരിച്ചു വരികയുണ്ടായി. അങ്ങനെയാണ് എൻ്റെ അമ്മ ഇവിടെ 8 വർഷമായിട്ട് ഉടമ്പടി എടുക്കുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞ പ്രകാരം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തത് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് വേറൊരു രാജ്യത്തോട്ട് ഇൻ്റർവ്യൂ ലഭിക്കുകയും ആ ഇൻ്റർവ്യൂ പാസ്സാവുകയും എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ രാജ്യത്തോട്ട് പോവുകയും അവിടെ ചെന്ന് നല്ല രീതിയിൽ ഞാൻ പഠിച്ചത് വെച്ച് തന്നെ എനിക്കൊരു ജോലി ലഭിക്കുകയും ചെയ്തു. അവിടെ ചെന്ന് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാൽ നല്ല രീതിയിൽ ഇങ്ങനെ ചുമന്ന കുത്തുകൾ പോലെ എന്തോ വരികയും നടക്കാൻ പറ്റാത്ത രീതിയിൽ നീര് വെക്കുകയും ഉണ്ടായി. അങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലെല്ലാം കാണിച്ചപ്പോൾ ഇതിന് അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല, ഇത് ഇൻഫ്ലമേഷൻ കൊണ്ട് വരുന്നതാണെന്ന് പറഞ്ഞു. തന്നെ മാറും എന്നൊക്കെ അവർ പറഞ്ഞു, ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞു, ഉടമ്പടി തൈലം തൂക്ക്, പ്രാർത്ഥിക്കുക, അമ്മ മാതാവ് മാറ്റിത്തരും. ഞാനത് വിശ്വസിച്ച് തൈലം തൂക്കുകയും എനിക്ക് അത് തൂത്ത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് മാറുകയും പിന്നീടിപ്പോൾ ഒരു 5 മാസമായി അത് വരാതിരിക്കുകയായി. ഇപ്പം ഞാൻ പൂർണ്ണമായി സുഖപ്പെട്ടു. പിന്നെ ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി ലീവ് എടുത്ത് വന്നതാണ്. ഞാനിപ്പോൾ അവിടെ 1 വർഷമായിട്ട് ജോലി ചെയ്തു വരുന്നു. അമ്മ മാതാവ് തന്ന ജോലി തന്നെയാണത്. അടുത്ത മാസം ഞാൻ തിരിച്ച് കയറിപ്പോവും. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അമ്മയെ വിട്ട് അടുത്തുള്ള അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുക്കുകയും പിന്നെ അന്ന് കിട്ടിയ പത്രം ഞാൻ കൊടുത്തിട്ടാണ് പോയത്. ഇപ്പോൾ ഞാൻ 2 ദിവസമായി നാട്ടിൽ വന്നിട്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ പോയി അനാഥാലയത്തിൽ പോയി എല്ലാവരെയും കാണുകയും അവിടെ ഫുഡ് കൊടുക്കുകയും എല്ലാം ചെയ്തു തരുന്നു. നമ്മൾ വിശ്വസിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് അമ്മ മാതാവ് അനുഗ്രഹം തരും. നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 33 3-ാം തിരുവചനം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. സിദ്ധാർത്ഥ് എന്ന ഈ മകൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. സിദ്ധാർത്ഥിൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മകന് ജോലി ലഭിക്കുകയും വിദേശത്തേക്ക് പോകാനുള്ള വിസയും സൗകര്യങ്ങളും ലഭിക്കുകയും ചെയ്തു എന്നാണ് ഈ മകൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഉടമ്പടി എന്നത് ഉടൻ പരിഹാരമാണ്. പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹത്തിൽ ഈശോയോടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതായി നമുക്കറിയാം. വിവാഹവിരുന്നിൽ അവരുടെ ഏറ്റവും വലിയ വിഭവമായ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ മകനോട് അപേക്ഷിക്കുന്നുണ്ട്, മകനെ അവർക്ക് വീഞ്ഞില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങളെയും കണ്ണുനീരിനെയും വേദനകളെയും ആശങ്കകളെയും ആകുലതകളെയും എല്ലാം പരിശുദ്ധ അമ്മ നാം ഉടമ്പടിയെടുത്ത് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ഏത് ജോലിയായാലും ജയിലിലായാലും വേദനയിലായാലും ആശുപത്രിയിലായാലും വെൻറ്റിലേറ്ററിലായാലും ഡോക്ടർ വിധിയെഴുതിയ ഏത് കേസുകളായാൽ തന്നെയായാലും പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഒന്നും തന്നെ ഈശോയ്ക്ക് നിഷേധിക്കാനാവുകയില്ല എന്നാണ് ഉടമ്പടിയിലെ ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് ഉറപ്പു നൽകുന്നത്. സിദ്ധാർത്ഥ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് വിദേശത്തേക്ക് പോയ ഉടനെ തന്നെ അദ്ദേഹത്തിന് വീണ്ടും കാലിലൊരു അലർജി വരികയും ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മകന് സൗഖ്യമുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഈശോയിൽ പരിപൂർണമായി വിശ്വസിക്കാം. കാരണം വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗഖ്യങ്ങളും സമാധാനവും ജീവിതത്തിൻ്റെയും കുടുംബത്തിലെയും എല്ലാം അവസരങ്ങൾ വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആദ്യമായി ഉടമ്പടി എടുക്കുമ്പോൾ ഇൻസെൻറ്റീവായി ലഭിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളിൽ നിന്ന് നാം ഒരുപടി കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കൃപകൾ ലഭിക്കുന്നത്. നമുക്കുള്ള അറിവും തിരിച്ചറിവും വിജ്ഞാനവും എല്ലാം ലഭിക്കുന്നതിൽ ഉപരി ഒന്നുകൂടെ ഒരു പടി കടന്നാൽ നമുക്ക് ലഭിക്കുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. എപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു വലിയ കൃപ, ഒരു വലിയ അഭിഷേകം നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടിയിൽ നാം ഉറച്ചു നിൽക്കുമ്പോഴാണ്. സിദ്ധാർത്ഥിനും
അതുപോലെ തന്നെ സിദ്ധാർത്ഥിൻ്റെ മുറിയിലുള്ള റൂംമേറ്റിൻ്റെ ഒരു അനുഭവം അവിടെ വിവരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ഇന്ത്യനാണ്, തമിഴിയനാണ്. അദ്ദേഹത്തിനും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും സിദ്ധാർത്ഥ് എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴെല്ലാം അദ്ദേഹത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ കൂടെയുള്ളവർക്കും അഴുകിലുള്ളവർക്കും എല്ലാം ആ കൃപ ലഭിക്കുന്നു എന്ന് സിദ്ധാർത്ഥ് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഈശോയെ കൈമാറുവാനുള്ള ഈശോയുള്ള വിശ്വാസവും ആ പ്രഖ്യാപനവും നടത്തുവാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സിദ്ധാർത്ഥിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.